ഹലോ ഫ്രണ്ട്സ്, നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകളെ കോളേജുകളിൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു വെബ് ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ ഏത് വെബ് ബ്രൗസറിലും റൺ ചെയ്യാൻ കഴിയുന്ന ഒരു കുഞ്ഞു സോഫ്റ്റ്വെയറാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോമിനൽ റോൾ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ ചുവട് പിടിച്ച് ബാക്കി മൊഡ്യൂൾസും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സംവിധാനത്തിലോട്ട് എത്തിയത്. എക്സാം ഫ്ലോ എന്നാണ് നമ്മുടെ സംവിധാനത്തിനിട്ടിരിക്കുന്ന പേര്. അപ്പോൾ സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നോമിനൽ റോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഫിലിയേറ്റഡ് കോളേജിൽ നടക്കുന്ന വേണ്ടി വരുന്ന സംവിധാനങ്ങളാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. എക്സാം ഫ്ലോയിൽ ആദ്യം നമ്മൾ ഇതെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് പ്രത്യേകിച്ച് സെർവറില്ല. എന്ന് വെച്ചാൽ ഇത് വൺസ് നമ്മുടെ ബ്രൗസറിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡേറ്റയും, നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡേറ്റയും, നമ്മുടെ കുട്ടികളുടെ വിവരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ബ്രൗസറിൽ മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺസ് ആ ഡേറ്റ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ അതുമായി അല്ലെങ്കിൽ കണക്ഷൻ പോയി കഴിഞ്ഞാലും നമ്മളത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഡേറ്റയെല്ലാം ലോക്കലിയാണ് സെർവ് ചെയ്യുന്നത്, ലോക്കലി തന്നെയാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം വളരെ ക്വിക്കായിട്ട് അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. നല്ലൊരു സ്പീഡുള്ളൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർക്കുകൾ ഇവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതിൽ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഇതിനകത്തുള്ളത് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ആദ്യം ഇത് ഓപ്പൺ ചെയ്തത് നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമെന്ന് വെച്ചാൽ ഈ സെറ്റിങ്സിൽ പോവുക എന്നുള്ളതാണ്. സെറ്റിങ്സിൽ പോയി പരീക്ഷയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന റൂമുകളും ഇപ്പോൾ ഓരോ സെൻറ്ററിലും ഓരോ രീതിയിലായിരിക്കും. ആ റൂമുകൾ ബൈ ഡിഫോൾട്ട് ഒരു 30 എണ്ണമാണ് അതിനകത്ത് കാണിക്കുക. അപ്പോൾ 30 എണ്ണമോ അല്ലെങ്കിൽ എത്രയാണോ ഉള്ളത് അത്ര എണ്ണത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടുത്തെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽസ് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾക്കും ഓരോന്നും ഏത് റൂമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ റൂം 1 എന്ന് പറഞ്ഞാൽ ഈ 1, 2, 3 എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു നമ്പറിംഗ് ആണ്. നമുക്ക് അതിന് പകരം നമ്മുടെ നമ്പറിങ് അവിടെ കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 112 മാത്തമാറ്റിക്സ്, 111 കെമിസ്ട്രി എന്നിങ്ങനെ അതിനകത്ത് കൊടുക്കാനായിട്ട് കഴിയും. 110 ബോട്ടണി എന്നിങ്ങനെ കൊടുക്കാൻ കിട്ടും. ഇതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതാണ് റൂമിലാണ് ഈ റൂം 4 ആയിട്ട് അസൈൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാൻ, അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ബാക്കി ഞാൻ 3 എണ്ണം കൊടുത്ത് ബാക്കി ഞാൻ ജസ്റ്റ് ഒരു ലെറ്റേഴ്സ് ഇട്ട് പോവുകയാണ് സമയം സേവ് ചെയ്യാനായിട്ട്. എല്ലാറ്റിനും ഇപ്പോൾ ഞാനിപ്പം റൂം 10ൻ്റെ കപ്പാസിറ്റി 25 കൊടുക്കുന്നത്, ജസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ആണ്. ദെൻ ജസ്റ്റ് ഓരോ ലെറ്റേഴ്സ് ഇട്ട് പോവുകയാണേ. വലിയ കോളേജുകളിലൊക്കെ ഒരുപാട് റൂമുകൾ ആവശ്യം വരും. ചെറിയ കോളേജുകളിൽ അതിനനുസരിച്ച് കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഇത് വൺ ടൈമാണ്, എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ പിന്നെ അത് സിസ്റ്റത്തിൽ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ എല്ലാ റൂമിനെയും ഞാൻ ഡിഫൈൻ ചെയ്തു. ആഡ് ന്യൂ റൂം എന്ന് വെച്ചാൽ കൂടുതൽ റൂം, 30ൽ കൂടുതലുണ്ടെങ്കിൽ ആഡ് റൂമിനെ കൂടുതൽ ചെയ്യാം. കുറവാണെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും വിഷയമൊന്നുമില്ല, ഇതെപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. സേവ് റൂം സെറ്റിങ്സ് ആകുമ്പോൾ റൂം സെറ്റിങ്സ് സേവ്ഡായി. ഇനി നമ്മുടെ കോളേജിൻ്റെ പേര്, കോളേജ് നെയിം എന്നുള്ള ഈ ഭാഗത്ത് ഇവിടെ കൊടുക്കാനായിട്ട് കഴിയും. ഞാൻ കൊടുക്കാം. ഇതും ഒറ്റത്തവണ ചെയ്താൽ മതി. ഗവൺമെൻറ് കോളേജ് നെയിമായി അതും സേവ് ചെയ്യുന്നു. കോളേജ് നെയിം സേവ് ചെയ്തു. ഇനി ഉള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഡാറ്റ റീസെറ്റാണ്. ഇതിപ്പം തൽക്കാലം നമ്മൾ അത് പറയുന്നില്ല. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ റൂം കപ്പാസിറ്റിയുടെയും അതുപോലെ കോളേജിൻ്റെ പേര് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഏത് കുട്ടിക്ക് ഏത് ദിവസം ഏത് പേപ്പറാണ് പരീക്ഷ, ഇതാണ് നമ്മൾ ഡേറ്റ. ഈ ഡേറ്റയാണ് നമുക്ക്
കൊടുക്കാനുള്ളത്. അപ്പം ആ ഡേറ്റ കൊടുക്കാൻ ഇതിനകത്ത് 2 മാർഗ്ഗങ്ങളാണ് ഇൻപുട്ട് ഡേറ്റ കൊടുക്കാനുള്ളത്. FIUGP ആണ് എങ്കിൽ FIUGP നമ്മളിപ്പം തേർഡ് സെമ്മും ഫസ്റ്റ് സെമ്മിൻ്റെയൊക്കെ ആണെങ്കിൽ നേരിട്ട് നോമിനൽ റോളിനെ നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പം PDF ഫയൽസ് നോമിനൽ റോൾസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതാണ് നോമിനൽ റോളുകൾ. ഏകദേശം ഞങ്ങളുടെ കേസിൽ 121 ഫയലുകളാണുള്ളത്. 121 ഫയൽസ് അത് ഫുൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് നമ്മൾ ഈ സിസ്റ്റത്തിനകത്തോട്ട് കൊടുക്കുന്നു. റൺ ബാച്ച് എക്സ്ട്രാക്ഷൻ കൊടുത്തു കഴിയുമ്പം ഇതിപ്പം ആ PDF ഫയലുകളിൽ നിന്നും കുട്ടികളുടെ ഡേറ്റ അത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം, കാരണം ചില ഫയലുകൾക്ക് എന്തെങ്കിലും നമ്മൾ ഫോർമാറ്റിൽ എല്ലാം ഒരേ ഫോർമാറ്റിലാണ് എന്നുള്ളൊരു അസംഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതിലെങ്കിലും ഫോർമാറ്റിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് എറർ കാണിക്കും. അപ്പോൾ എറർ ഉണ്ടെങ്കിൽ ആ എറർ നമ്മൾ മാനുവലി ചിലപ്പം എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഞാനും കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളത് ഫുൾ ഏകദേശം ഫുൾ എല്ലാ ഫയലുമായി എല്ലാം ജനറേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. കൺവേർട്ട് ചെയ്തു, എററൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 4187 റോ ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ, അപ്പോൾ ആ ഒരു ഡേറ്റ നമ്മളൊരു എക്സലായിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. എക്സലിൽ തുറക്കണം, CSV ഫോർമാറ്റാണ്. അപ്പോൾ നമുക്ക് എക്സലിൽ ഡൗൺലോഡ് ചെയ്യും. ഇപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്തു. ആ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതിനെ ഞാനൊന്ന് തുറക്കാം. ഇപ്പം എക്സലിൽ അതൊന്ന് തുറന്നു വരുന്നുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഡേറ്റ, അതല്ലേ ഡേറ്റ്, ഏത് സെഷൻ, സമയം. അപ്പോൾ ഇത് ഇവിടെ വരുന്ന ഇതേ ഫോർമാറ്റിലായിരിക്കണം ഈ ഡേറ്റ. അപ്പം ഇതേ ഫോർമാറ്റിലുള്ള ഏത് പരീക്ഷയുടെ ഡാറ്റയും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലോട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഡേറ്റ്, ടൈം, കോഴ്സ് ഏതാണെന്നുള്ളത്, ദെൻ രജിസ്റ്റർ നമ്പർ, കുട്ടിയുടെ പേര്, ഇത്രയും ഡേറ്റയാണ് നമുക്ക് നോമിനലോട് നിന്ന് കിട്ടുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ, എറർ ഉണ്ട് എന്ന് നമ്മൾ കണ്ടാൽ, ഇപ്പോൾ ലോഗിൽ എറർ കാണുകയാണെങ്കിൽ നമ്മളിതൊന്നും മുഴുവനൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ എവിടെയാണ് എറർ എന്നുള്ളത്, മിക്കവാറും എററുള്ള ഭാഗത്ത് ഇത് അൺനോൺ എന്നായിരിക്കും ഇട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അൺനോൺ ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എറർ ഉണ്ടെന്ന്. അപ്പോൾ അത് മാത്രം നമുക്ക് മാനുവലി ഒന്ന് എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതേ ഫോർമാറ്റിൽ വേണം എഡിറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്യാച്ച്. കൃത്യമായിട്ട് ലൈക്ക് ഡേറ്റ് ഈ ഫോർമാറ്റ്, ടൈം ഈ ഫോർമാറ്റ്, അതിൻ്റെ കോഴ്സ് നെയിം ഈ ഫോർമാറ്റ്, ബാക്കി രജിസ്റ്റർ നമ്പറും പേരും. അപ്പോൾ ഇതിൽ മാറ്റമൊന്നും ഇല്ലാതൊരു ഇതിൽ നമ്മളതൊന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ്, അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിതിനെ ഇതേ കാര്യത്തിൽ ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ലോഡ് കറക്റ്റഡ് ഡാറ്റ എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മളിവിടെ എന്തെങ്കിലും എറർ കണ്ടതിനെ നമ്മൾ മാനുവലി കറക്റ്റ് ചെയ്തു, സേവ് ചെയ്തു. എക്സലായിട്ട് സേവ് ചെയ്തത് നമ്മൾ CSV ഫോർമാറ്റിൽ തന്നെ വേണം സേവ് ചെയ്യാൻ. അതിൽ എക്സൽ ഓപ്ഷൻ ഉണ്ട്, സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ CSV എന്ന് പറഞ്ഞ് കാണും, കോമ സെപ്പറേറ്റഡ് വാല്യൂസ്. അത് സേവ് ചെയ്ത് ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈ സിസ്റ്റത്തിലോട്ട് ആ ഡാറ്റ മുഴുവൻ വരാം. ഇപ്പം തൽക്കാലത്തേക്ക് നമ്മളത് മാറ്റമൊന്നുമില്ല, എററൊന്നും ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഞാനെന്ത് ചെയ്യുന്നില്ല, എഡിറ്റ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സിസ്റ്റത്തിൽ ഇത്രയും 4187 പരീക്ഷ സ്ക്രിപ്റ്റുകളുടെ, അതായത് ഒരു കുട്ടിക്ക് ഒരു ദിവസമുള്ള ഒരു പരീക്ഷയെ ഒരു റോ ആയിട്ടാണത് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വീണ്ടും ഇവിടെ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യുന്നത്, നമ്മളെപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്തരം സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഡബിൾ ഷുവർ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്തത് നമ്മൾ ഒരു ഡാറ്റ എഡിറ്ററുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ അതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ സിസ്റ്റത്തിനകത്തോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ സിസ്റ്റം ഒന്ന് റിഫ്രഷ് ചെയ്യണം. അപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴും ആ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നുണ്ട് സ്റ്റാറ്റസ് ലോഗിൽ പ്രീവിയസ് സെഷനിൽ നിന്ന് ഇത്രയും ഡേറ്റ അതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലോക്കൽ ബ്രൗസറിൽ തന്നെയാണ് കയറിയിരിക്കുന്നത്. ഡേറ്റ എഡിറ്ററിൽ പോവുക. ഡേറ്റ എഡിറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഏതെങ്കിലും ഒരു സെഷൻ എടുത്താൽ ആ ഡേറ്റയെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഏത് പേപ്പറാണെന്നുള്ളത്. അപ്പോൾ ഞാനൊരു പേപ്പർ സെലക്ട് ചെയ്തു. പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഇതാണല്ലേ ഇൻഡിവിജ്വൽ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു എമർജൻസി എഡിറ്റിങ്ങിനാണ്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് CSV അല്ലാതെ, അപ്പോൾ പരീക്ഷ ദിവസം രാവിലെ പെട്ടെന്നൊരു കുട്ടി വരുന്നു, കുട്ടിയുടെ പേപ്പറിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ കാണുന്നു, കുട്ടി പറയുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ കുട്ടി അതിനകത്തോട്ട് മിസ്സിങ് ആണ്, ഞാനും ഉണ്ടെന്ന് പറയും. നമ്മൾ നോമിനൽ റോൾ ചെക്ക് ചെയ്യുമ്പം ആ കുട്ടി വരുന്നു. അപ്പോൾ അത് നമ്മൾ
ആ കുട്ടിയെ കൂടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് കൊടുത്താൽ നമുക്ക് ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പറും പേരും കൊടുത്ത് സേവ് ചേഞ്ചസ് കൊടുക്കാം. അപ്പം ആ കുട്ടിയും കൂടെ ആ ഒരു റോളിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഉള്ള കുട്ടിയെ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ എന്ത് മാനിപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒരു സേവ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞാത്തൊരു സേവ് കണ്ടുള്ളൂ, സേവ് ചേഞ്ചസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും താഴെ വീണ്ടും ആൾ സേവ് ചേഞ്ചസ് ടു ലോക്കൽ സ്റ്റോറേജ് ഇതുകൂടെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സേവ് ചേഞ്ചസും കൂടെ കൊടുത്താൽ ലോക്കലി ആ ഡേറ്റ സേവ് ആവുള്ളൂ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയുടെ ഇതിനെ ബാക്കി ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അങ്ങനൊരു ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് ഡാറ്റയെ നമുക്ക് ഇതിനകത്തോട്ട് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ CSV തന്നെ എഡിറ്റ് ചെയ്യണമെന്നില്ല, കുറച്ചുകൂടെ സമയമെടുത്തിട്ട് അല്ലെങ്കിൽ തെറ്റ് വരുത്താതെയും വരുന്ന എഡിറ്റ് ഇതിടെ ആയിരിക്കും ചെയ്യാൻ കഴിയുക. കാരണം അതിൽ ഈ ഫോർമാറ്റ് കാണില്ലേ, ഇത് ഈ രീതിയിൽ തന്നെ അത് തനി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ പുതിയ കുട്ടീനെ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് സിസ്റ്റത്തിലോട്ട് സേവ് ആയിക്കോളും. അടുത്തത് സ്ക്രൈബ് അസിസ്റ്റൻസ് ആണ്. നമ്മുടെയൊക്കെ കോളേജുകളിൽ ഇതിനകത്തോട്ടും കുറച്ച് കുട്ടികൾക്കെങ്കിലും സ്ക്രൈബ് അസിസ്റ്റൻസിൻ്റെ ഒരു ഇത് ഉണ്ടാവും. അപ്പോൾ ആ സ്ക്രൈബ് അസിസ്റ്റൻസിൻ്റെ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ലിസ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൺസ് കൊടുത്താൽ അത് സിസ്റ്റത്തിൽ അങ്ങ് സേവ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയും. ഇപ്പം എല്ലാ കുട്ടികളുടെയും സ്ക്രൈബ് അസിസ്റ്റൻസിന് വേണ്ടി വരുന്ന കുട്ടികളുടെ അത് നമുക്ക് ചീഫ് സൂപ്രണ്ടുമാർക്ക് അറിയാം. അപ്പോൾ ആ ഒരു കുട്ടികളുടെ ലിസ്റ്റ് ജസ്റ്റ് സിസ്റ്റത്തിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ വെറുതെ റാൻഡമായിട്ട് കുറച്ച് കുട്ടികളുടെ ഇത് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ രജിസ്റ്റർ നമ്പറിൻ്റെ തുടക്കം അടിക്കുമ്പോൾ തന്നെ അവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇത് വരും. ജസ്റ്റ് ഒരു വെറുതെ ഏതെങ്കിലും ഒരു നമ്പർ റാൻഡമായിട്ടൊരു നമ്പർ എടുക്കുകയാണേ, കൊടുത്തു BPAZ കൊടുത്തു. ഓക്കെ, 3 കുട്ടികളെ ജസ്റ്റ് റാൻഡമായിട്ട് സ്ക്രൈബ് അസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുകയാണ്. ദെൻ അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും സിസ്റ്റത്തിലോട്ട് സേവ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് റൂം അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആൾറെഡി റൂം സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൂം അലോട്ട്മെൻറ്റിൽ പോകുന്നു. അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഇന്ന് പരീക്ഷയുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ അവിടെ തനിയെ വന്നിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞൊരു ദിവസത്തെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 14-ാം തീയതി ഇത് ഡ്രോപ്പ് ഡൗൺ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് പരീക്ഷ ഉണ്ടെങ്കിലാണ് അവിടെ വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് കാണാം 692 കുട്ടികളാണ് ആ ദിവസം പരീക്ഷ എഴുതുന്നത്. 692 കുട്ടികൾക്ക് റൂം കിട്ടിയിട്ടില്ല. സ്ക്രൈബ് അസിസ്റ്റൻസ് വേണ്ട കുട്ടികൾക്ക് റൂം കിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് ഇതാണ്. ഈ സ്ക്രൈബ് അസിസ്റ്റൻസ് വേണ്ട കുട്ടികളെ നമ്മളിവിടെ അലോട്ട് ചെയ്യും. പിന്നെ അവരെ സെപ്പറേറ്റ് റൂമുകളിലോട്ട് മാറ്റി അലോട്ട് ചെയ്യും. എന്ന് വെച്ചാൽ അവിടെ മെയിൻ ഹാളിൽ ഇരുന്നല്ലാതെ സെപ്പറേറ്റ് ഹാളിലാണ് ഒരു പരീക്ഷ. നമ്മൾ RNBB ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന അതേ ഒരു ലോജിക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം രണ്ടിലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അത്തരം ഒരു ലോജിക്കിലേക്ക് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഈ 692 കുട്ടികൾക്കും റൂം അസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ആഡ് റൂം കൊടുക്കുക. അപ്പം ഇത് ഇവിടെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ റൂമുകളും വന്നു. അപ്പോൾ അത് നമുക്ക് ഏത് സീക്വൻസ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. അപ്പോഴെങ്കിലും ആ റൂം സീക്വൻസിലായിരിക്കും നമുക്ക് ഡേറ്റ ഫൈനലി കിട്ടുക. അപ്പം റൂം 1 അലോട്ട് ചെയ്തു. 30 കുട്ടികളെ അലോട്ടഡ് ആയെന്ന് വന്നിട്ടുണ്ട്. ബാക്കി 662 കുട്ടികളുണ്ട്. വീണ്ടും അടുത്തത് റൂം 2, റൂം 3, റൂം 4, റൂം 5, 6, 7. ഓരോന്നിൻ്റെയും കപ്പാസിറ്റി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്രയും കുട്ടികളായിരിക്കും അലോട്ടഡ്. ഞാനൊരു റൂമിൻ്റെ കപ്പാസിറ്റി കുറച്ചിരുന്നു. അതേത് റൂമായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. യെസ്, റൂം 10ൻ്റെ ആയിരുന്നു കപ്പാസിറ്റി. 25 ആയിരുന്നു. അപ്പോൾ 25 കുട്ടികളാണ് അവിടെ അലോട്ടഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ കപ്പാസിറ്റി സെറ്റ് ചെയ്യുന്നത് അത്രയും കുട്ടികളായിരിക്കും അവിടെ അലോട്ട് ചെയ്യപ്പെടുന്നത്. കാണാം അല്ലേ? ഏഴ് കുട്ടികളാണ് ബാക്കിയുള്ളത്. അവരെ ലാസ്റ്റ് റൂമിൽ. ഓക്കെ, 7 കുട്ടികൾ ലാസ്റ്റ് റൂമിൽ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ സേവ് ചെയ്യാം. റൂം അലോട്ട്മെൻറ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. അപ്പോൾ അത്രയും കഴിഞ്ഞാൽ അത്രയും കുട്ടികൾക്ക് നമ്മൾ റൂം അലോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനി സ്ക്രൈബ് റൂമുകൾക്ക് കുട്ടികൾക്ക് സെപ്പറേറ്റ് റൂം ആയതുകൊണ്ട് നമ്മൾ ഇപ്പം മറ്റൊരു റൂമിൽ ഒരു കുട്ടിക്ക് ഒരു റൂം വെച്ച് അലോട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അല്ലാതെ നമ്മുടെ സെൻറ്ററിൻ്റെ സൗകര്യം അനുസരിച്ചിട്ട് സെപ്പറേറ്റ് റൂമുകളിലോട്ടാക്കാനും സൗകര്യമുണ്ട്. അപ്പോൾ ഞാനിപ്പം ആദ്യത്തെ
ഈ ആദ്യത്തെ 2 പേരെ ഒരു റൂമിൽ അലോട്ട് ചെയ്യുന്നു, മൂന്നാമത്തെ ആളെ മറ്റൊരു റൂമിൽ അലോട്ട് ചെയ്യുന്നു. 25ഉം 26ഉം. ഓക്കെ, അപ്പം ഇത്രയായി കഴിയുമ്പം റൂം അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്സ് ആണ്. അപ്പം മറ്റൊരു ദിവസത്തെയാണ് ഇടുന്നത്. ഓരോ ദിവസത്തെയും പരീക്ഷ വരുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കൂടെ സിസ്റ്റത്തിന് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം ഈ ഒരു എന്താണ് പിന്നീട് ഡേറ്റയും റിപ്പോർട്ടുകളൊക്കെ എടുക്കുമ്പോൾ QP കോഡ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാ വരുന്ന QP കോഡുകളും അപ്പോൾ അങ്ങ് എഡിറ്റ് ചെയ്ത് ചെയ്യുവാണ്. D12345 ഓക്കെ. അപ്പം ഇത് വെച്ച് ഞാൻ ജസ്റ്റ് എല്ലാറ്റിനും ഓരോ കോഡ് വേറെ വേറെ കൊടുക്കുകയാണ്, റാൻഡമായിട്ട് കൊടുക്കുവാണേ. ഓരോന്നിനും ഒരു QP കോഡ് വെച്ച് വെറുതെ ആഡ് ചെയ്യുകയാണ്. ജസ്റ്റ് ഓരോ ദിവസം എന്താണോ അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ എല്ലാറ്റിൻ്റെയും അപ്പോൾ ആ പരീക്ഷയുടെ എല്ലാ QP കോഡും നമ്മൾ എഴുതാൻ അതും സേവ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, QP കോഡ് സേവ് ചെയ്ത് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എടുക്കുന്ന റിപ്പോർട്ടുകൾക്ക് അത് ഗുണമാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് സെർച്ചാണ്. സെർച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി പെട്ടെന്ന് വരുന്നു, ആ കുട്ടിയുടെ റൂം എവിടെയാണെന്നുള്ളത് നമുക്കാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടിക്കാണെങ്കിലോ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ കുട്ടിക്കിത് കൊടുക്കുന്നതല്ല, കാരണം സോഫ്റ്റ്വെയർ നമ്മൾ ചീഫ് സൂപ്രണ്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കുട്ടി പെട്ടെന്ന് എൻ്റെ നമ്പറില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പം നമ്പറുണ്ടോ എന്ന് നോക്കാൻ, ആ കുട്ടിക്ക് അന്ന് പരീക്ഷയുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാൻ പറ്റും, സെർച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അനിതയാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ആ അനിതയുടെ നമ്പർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അനിതയ്ക്ക് അന്ന് ആ കുട്ടിക്ക് ഏതാണ് പരീക്ഷ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്, ഏത് റൂമിലാണ്, ആ കംപ്ലീറ്റ് ഡേറ്റ, ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡേറ്റ നമുക്ക് കാണാനായിട്ട് അതിനകത്ത് എടുക്കാൻ കഴിയും. ഓക്കെ, അതാണ് ഈ ഒരു സെർച്ച് ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ ഇനിയാണ് പ്രധാനപ്പെട്ട ഭാഗം, നമ്മുടെ റിപ്പോർട്ടുകളാണ് അല്ലേ. അപ്പം ഓരോ റിപ്പോർട്ടും എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ അഗെയിൻ ഇന്ന് പരീക്ഷയുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് തന്നെ വരും. നമ്മൾ മറ്റൊരു ദിവസത്തെയാണ് എടുക്കുന്നത്. അപ്പോൾ 14-ാം തീയതിയാണ് നമ്മളെല്ലാം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ റിപ്പോർട്ടുകളാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുക. റൂം വൈസ് ഓരോ റൂമിലോട്ടും ഇൻവിജിലേറ്ററുടെ കയ്യിൽ കൊടുത്തു വിടേണ്ട ലിസ്റ്റ്, നോട്ടീസ് ബോർഡിൽ കുട്ടികൾ കൊടുക്കേണ്ട ലിസ്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്യാനുള്ള റിപ്പോർട്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള റിപ്പോർട്ട്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് റിപ്പോർട്ടുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. സ്ക്രൈബ് അസിസ്റ്റൻസിൻ്റെ റിപ്പോർട്ട്, അതുപോലെ സ്ക്രൈബ് റൂമിലേക്കുള്ള ഒരു പ്രൊഫോമ, ഇൻവിജിലേറ്ററിൻ്റെ റിക്വയർമെൻറ്റ് സമ്മറി. ഇത് ഞാനൊന്ന് താഴെ നിന്ന് മുകളിലോട്ട് ആദ്യം കാണിക്കാം. അപ്പം എല്ലാ സെഷൻ്റെ പരീക്ഷയ്ക്കും കൂടെ ഓരോ ദിവസവും എത്ര ഇൻവിജിലേറ്റർമാരെ വേണം എന്നുള്ളൊരു കണക്ക് നമുക്ക് ഈ ഓൾ സെഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെയുള്ള ബട്ടൺ അടിച്ചാൽ ഇങ്ങനെ എല്ലാ റിപ്പോർട്ടുകളും ഇങ്ങനെ ഇതിൻ്റെ അടിയിലാണ് ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോളേജിൻ്റെ പേര് വന്നു, ഇൻവിജിലേറ്റർ റിക്വയർമെൻറ്റ് വന്നു. കാൽക്കുലേഷൻ ഇങ്ങനെയാണ്, ഒരു ഇൻവിജിലേറ്റർ 30 പേർക്ക് എന്നുള്ള ഒരു റെഗുലർ സ്റ്റുഡൻസിനും 5 സ്ക്രൈബ് സ്റ്റുഡൻസിന് ഒരാളെന്നുള്ളതാണ്. ഇത് നമ്മൾ സെൻട്രൽ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഓരോ ദിവസത്തും ഇപ്പം 689 സ്റ്റുഡൻസ് ഉണ്ട്. റെഗുലർ ഇൻവിജിലേറ്റർമാർ 23 പേരും സ്ക്രൈബ് 3 പേരും കൂടെ ചേർത്തി മൊത്തം 24 പേരാണ് വേണ്ടത്. അപ്പോൾ അത് ഓരോ ദിവസത്തെയും ഇതനുസരിച്ചിട്ട് നമുക്കത് ഏകദേശ ഒരു കാൽക്കുലേഷൻ, ഞാൻ പറഞ്ഞ പോലെ ഇത് എക്സാക്റ്റ് അല്ല, കാരണം ആളുകളുടെ റൂമിൻ്റെ കപ്പാസിറ്റി 25 റൂമുള്ള 4 റൂമുണ്ടെങ്കിൽ അവിടെ അതനുസരിച്ചിട്ട് നമ്പർ വീണ്ടും മാറും. അപ്പം ആ രീതിയിൽ നമ്മുടെ ഒരു ലോക്കൽ ഇതിനനുസരിച്ചുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ കിട്ടുമെങ്കിലും ഓരോ ദിവസത്തെയും കുട്ടികളുടെ കണക്കനുസരിച്ച് നമുക്കതൊന്ന് ഒരു റഫ് ഐഡിയ എടുക്കാനായിട്ട് ഈ ഒരു റിപ്പോർട്ട് ഉപയോഗിക്കാം. ദെൻ ഓരോ സ്പെസിഫിക് സെഷൻ്റെ ആയിട്ട് ഓരോ ദിവസവും നമുക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട്, ഇത് എല്ലാ സെഷനുമായിട്ടും ജനറേറ്റ് ആവും, ഓരോ സ്പെസിഫിക് എക്സാം സെഷനുമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം റൂം വൈസ് സീറ്റിംഗ് റിപ്പോർട്ടാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പം ഈ റൂം വൈസ് സീറ്റിംഗ് റിപ്പോർട്ടിൽ ഇവിടെ താഴെ കോളേജിൻ്റെ പേര്, പരീക്ഷാ സെഷൻ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡും, ഏതൊക്കെ കുട്ടികളാണ് അല്ലേ, കുട്ടികൾക്ക് കൊടുക്കാവുന്ന റിമാർക്സും ഇതെല്ലാം കൂടിയിട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആ ഒരു ഹാളിൽ പോകുന്നത്. ഇങ്ങനെ അന്നുള്ള നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു 24 ഹാളുകളുടെയും ഇത് അതിനകത്തോട്ട് വരും. നമുക്കിതൊരു പ്രിൻ്റ് എടുത്ത്
ജസ്റ്റ് പ്രിൻ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് നേരിട്ട് ഹാളുകളിലോട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു നമ്മുടെ നേരിട്ട് സിസ്റ്റത്തിൽ നിന്ന് ഇതിങ്ങനെ പ്രിൻ്റ് ഫോർമാറ്റിലാണത് വരുന്നത്. നമുക്കത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും. മറ്റൊന്നെന്ന് പറയുന്നത് സീറ്റിംഗ് ഡീറ്റെയിൽസ് ഓഫ് കാൻഡിഡേറ്റ്സ്. ഇപ്പം കുട്ടികൾക്ക് ഉള്ള ഇൻഫർമേഷൻ നോട്ടീസ് ബോർഡിൽ കൊടുക്കാനുള്ള ഇൻഫർമേഷനാണ് അടുത്തത്. അത് ഇതേ സീറ്റിംഗ് ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീറ്റ് നമ്പർ എന്ന് പറയുന്നത് സീരിയൽ നമ്പറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓരോ സീറ്റിലും 30 സീറ്റാണെങ്കിൽ 1 മുതൽ 30 എന്നുള്ളതാണ്. അപ്പോൾ ബെഞ്ചിലും ഡെസ്കിലും കുട്ടികളുടെ പേരല്ല നമ്മൾ എഴുതി വെക്കുക, ബെഞ്ചിലും ഡെസ്കിലും പെർമനൻറ്റ് സീറ്റ് നമ്പറാണ്. ആ ഒരു സംവിധാനമാണ്. അത് നമ്മുടെ കോളേജിൽ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വളരെ സക്സസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റിലോ അല്ലെങ്കിൽ ചോക്കിലോ ജസ്റ്റ് സീരിയൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നോട്ടീസ് ബോർഡിൽ ആ കുട്ടി ഏത് സീരിയൽ നമ്പറിലാണ്, ഏത് സീറ്റ് നമ്പറിലാണ് എന്നുള്ള ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പം ആ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. ഏത് പേപ്പർ എന്നുള്ളത് വന്നു, ആ പേപ്പർ പരീക്ഷ എഴുതുന്ന ഇത്രയും കുട്ടികളുടെ അവരുടെ സീരിയൽ നമ്പർ. ഇപ്പം ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് 112 മാത്സ് ആണ്. 112 മാത്സിലെ സീറ്റ് നമ്പർ 1ലാണ് ഈ കുട്ടി. അപ്പോൾ അങ്ങനെ ഓരോ ആളുകളുടെയും ഇങ്ങനെ സീറ്റ് നമ്പർ ഇത് വരും. ഇത് നമ്മൾ നേരത്തെ പോലെ എല്ലാ കുട്ടികളുടെയും ഉണ്ട്, ഫുൾ വരും. ചില കുട്ടികൾക്ക് നമ്മൾ സ്ക്രൈബ് അസിസ്റ്റൻസ് വേണം എന്നുള്ളവരിൽ 25E ആണെങ്കിലും 25E നമ്മളവരെ അലോട്ട് ചെയ്തിരിക്കുന്നത്. 25 എന്ന് പറയുന്ന റൂമിലാണ് അലോട്ട് ചെയ്തിരിക്കുന്നതെങ്കിലും സീറ്റ് നമ്പർ ഇവിടെയല്ല. അവരുടെ സീറ്റ് നമ്പർ ഏറ്റവും താഴെ നോക്കിയാൽ അവിടെ അത് മൂവ്ഡ് ടു എന്ന് പറഞ്ഞ് കാണാതാണ് സ്ക്രൈബ് അസിസ്റ്റൻസ് സമ്മറി. അവർ മറ്റൊരു റൂമിലോട്ട് നമ്മൾ മാറി എന്നുള്ളത് അതിനകത്തോട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ആ ഇൻഫർമേഷൻ അതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇതും നമുക്ക് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇത് കുറച്ച് ചെറിയതായതുകൊണ്ട് തന്നെ A4 സൈസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു, അപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് A3 സൈസ് ലാൻഡ്സ്കേപ്പിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്കിലും പേപ്പറിൻ്റെ ഒരു ഫോർമാറ്റും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ സൈസും അതിൻ്റെ ഫോർമാറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിലവിൽ ഇതിപ്പോൾ ഞാൻ A4 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ ഏകദേശം 13 പേജുണ്ട്. അത് വൺ സൈഡ് പ്രിൻ്റ് ചെയ്ത് നമുക്ക് നോട്ടീസ് ബോർഡിലും ഒട്ടിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഇനിയുള്ളതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പോർട്ടാണ്. അപ്പം ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര എണ്ണം പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ എടുക്കാനുള്ളൊരു റിപ്പോർട്ടാണ്. അത് അടിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഓരോ ദിവസത്തെ, ഇപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എത്ര എണ്ണം പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ അവിടെ വന്നു. ദെൻ അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഓരോ ഹാളിലും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര എണ്ണം പോകും എന്നുള്ളത്. ഇപ്പം ഇന്നത്തെ പരീക്ഷയ്ക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇട്ട ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ളത് 30 ഒന്നാമത്തെ ഹാളിലും 5 എണ്ണം രണ്ടാമത്തെ ഹാളിലുമാണ്. ദെൻ 25 ഈ രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി അതല്ല, ചില സെൻറ്ററുകളിലെങ്കിലും ഓരോ ഹോൾ വൈസ് ഉള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാറുണ്ട്. അതിന് നമ്മൾ ആദ്യം പ്രിൻ്റ് ചെയ്തെടുത്തുള്ള ഇതേ സംഭവത്തിൻ്റെ തന്നെ ലാസ്റ്റ് ഒരു സമ്മറി ഉണ്ട്, അല്ലേ, എസ്തെറ്റിക് ബോട്ടണി 30 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആ ഹാളിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ 30 എണ്ണം അങ്ങ് പോയാൽ മതി. ഇങ്ങനെ ഓരോ ഇതിലുണ്ട്. അപ്പം അങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ കോഴ്സ് സമ്മറി എടുത്തിട്ട് ആ എണ്ണം പ്രിൻ്റ് എടുത്തിട്ട് അത് ഹാളിലോട്ട് കൊടുത്തു വിടാവുന്നതാണ്. ദെൻ സ്ക്രൈബ് അസിസ്റ്റൻസ് ആരൊക്കെ എവിടെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ജസ്റ്റ് 3 കുട്ടികളുടെയാണ് നമ്മൾ റാൻഡമായിട്ട് കൊടുത്തത്. അവരുടെ ഡീറ്റെയിൽസും വന്നു. ഇതും നോട്ടീസ് ബോർഡിൽ കൊടുക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി, ആ സ്ക്രൈബ് അസിസ്റ്റൻസിന് ആരാണ് അസിസ്റ്റ് ചെയ്യാൻ വരുന്നത് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എപ്പോഴും ഒരു ഫോർമാറ്റിലാക്കി സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതാണ് ഈ പറയുന്ന അടുത്ത ബട്ടൺ, ജനറേറ്റ് സ്ക്രൈബ് പ്രൊഫോമാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരം ഒരു ഇതാണ്. ഓരോരുത്തർക്കും കുട്ടികളുടെ സ്ക്രൈബ് അസിസ്റ്റൻസ് വേണ്ട കുട്ടികളുടെ ഡാറ്റ ആസച്ച് വരും. ആരാണ് വരുന്നത്, എന്താണ് വരുന്നത് എന്നുള്ളത്, സ്ക്രൈബ് അസിസ്റ്റൻ്റെ പേര്, അവരുടെ ID കാർഡ്, ആ ഡീറ്റെയിൽസൊക്കെ ഈ ഫോർമാറ്റിൽ നമ്മൾ ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് നമ്മളിത് സൂക്ഷിച്ച് വെക്കും പിന്നീടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ പർപ്പസിലാണ്. അപ്പം ഇത്രയും ഫോമുകളാണ് നമുക്കിതിനകത്തോട്ട് ജനറേറ്റായിട്ട് വരുന്നത്. അപ്പം ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും അതിനകത്തോട്ടായിട്ടുണ്ട്. ഇനി അടുത്തത് ആബ്സെൻറ്റീസാണ്. ഇപ്പോൾ FIUGPD ആണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസവും ഉള്ള ഒരു ആബ്സെൻറ്റീസ് അതിനകത്തോട്ട് മാർക്ക് ചെയ്യണം. പക്ഷേ അത് സിസ്റ്റത്തിൽ ഇപ്പം കോഴ്സ് വൈസ് ആണ്. ഇവിടെ നമുക്ക് കോഴ്സ് വൈസ് വേണമെന്നില്ല. ഒരു കുട്ടി ഒരു ദിവസം ആബ്സെൻ്റ് ആണോ എന്നുള്ളതാക്കിയാൽ കോഴ്സ് വൈസ് അത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നോക്കാം, ഞാൻ ജസ്റ്റ് ഒരു കുട്ടിയുടെ ഈ ഒരു കുട്ടി ആബ്സെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ വെറുതെ ഇടുവാണ്. ഓക്കെ, 2 കുട്ടികൾ ജസ്റ്റ് ആബ്സെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മളിട്ടു. ജനറേറ്റ് ആബ്സെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അഗെയിൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതല്ലേ ഈ രീതിയിൽ ഈ ഒരു ഫോർമാറ്റിലാണ് വരിക. കോഴ്സിൻ്റെ പേര്, രജിസ്റ്റർ നമ്പേഴ്സ്, QP കോഡ് ഉള്ളത് 33%, 2 പേര് ആബ്സെൻറ്റ്.
ഒരു ബാക്കി എല്ലാവരുടെയും അതിനകത്ത് വരും. എത്ര പേര് പ്രസൻറ്റ്. നമുക്കിത് പേപ്പർ കളക്ഷൻ്റെ സമയത്തും അതിനെ സോർട്ട് ചെയ്ത് വെക്കാനുമൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ്. ഒരു 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 പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് നമുക്ക് അതിനകത്തോട്ട് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് പ്രിൻ്റ് എടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ അതിനകത്തുണ്ട്. ഇത് FIUGPK ആകുമ്പോൾ നമുക്ക് നമ്മുടെ കോളേജിൽ തന്നെ വാല്യൂ ചെയ്യുന്നതെന്ന് പറയുമ്പം ഇത്തരം ഡാറ്റ നമുക്ക് സമ്മറൈസ് ചെയ്ത് സൂക്ഷിക്കാനും എണ്ണം കൃത്യമായിട്ട് വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. 46%. അപ്പോൾ 46 സ്ക്രിപ്റ്റുകളായിരിക്കും അതിനകത്തുണ്ടാവുക. ഫൈനലി നമ്മൾ വീണ്ടും ആ സെറ്റിങ്സിലോട്ടൊന്ന് പോവാം. സെറ്റിങ്സിൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അല്ലേ. റൂം ഡാറ്റ ഇട്ടു, സ്ക്രൈബ് സ്റ്റുഡൻസിൻ്റെ ഡാറ്റ ഇട്ടിട്ടുണ്ട്, ദെൻ അലോട്ട്മെൻറ്റ് ഡാറ്റ, അങ്ങനെ ഒരുപാട് ഡാറ്റ നമുക്ക് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നേന്ന് ഇതെല്ലാം ചെയ്യുന്നത് ശകലം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് പകരം ഇതെല്ലാം ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ് ഡാറ്റ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ബാക്കപ്പ് ഓൾ ഡാറ്റ ടു ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും സെറ്റിങ്സിലോട്ട് പോയി ഈ ബാക്കപ്പ് ഓൾ ഡാറ്റ ടു ഫയൽ എന്ന് പറയുന്നതിനകത്തോട്ട് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഒരു ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഒരു ചെറിയ ഫയലായിരിക്കും, ഒരു 1 MB പോലും സൈസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കുട്ടികളുടെ ഡാറ്റ, ഈ ഇത്രയും ദിവസങ്ങളിലുള്ള ഡാറ്റ, അതെല്ലാം നമ്മൾ റൂം ഡാറ്റ ഇതെല്ലാം ആ ഒരു ഫയലിലുണ്ടാവും. അപ്പം ബാക്കപ്പ് ഫയൽ ഒരു JSON എന്ന് പറയുന്ന ഒരു ഫയലാണ്. ആ പരീക്ഷയുടെ ഡേറ്റും ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു ഇതായിരിക്കും. നമ്മൾ എന്നാണോ ഡൗൺലോഡ് ചെയ്യുന്ന അത് സ്റ്റേറ്റസ് വെച്ചിട്ടുള്ളൊരു ഫയലായിരിക്കും. പിന്നീട് മറ്റൊരു സിസ്റ്റത്തിലോട്ട് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ ഇത്രയും ചെയ്ത എല്ലാ സംഭവങ്ങളും നമുക്ക് വീണ്ടും ലോഡ് ചെയ്യാനായിട്ട് ചൂസ് ഫയൽ കൊടുത്ത്, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മെയിൽ അയക്കാനോ അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇത് ലോഡ് ചെയ്യാനായിട്ട് കഴിയും. അത് സിസ്റ്റത്തിലോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിൽ നിന്നായിരിക്കും ഇത് ഇത്രയും ചെയ്ത എല്ലാ ഡാറ്റയും അതിനകത്ത് ലോഡ് ചെയ്യും. നമ്മുടെ ഇത് ഇനീഷ്യൽ കുട്ടികളുടെ ഡാറ്റ, അതുപോലെ റൂം ഡാറ്റ എല്ലാം ആ ഒരു ഫയലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ഇനിയിപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റീസെറ്റ് സ്റ്റുഡൻറ്റ് ഡാറ്റ ഓൺലി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഡാറ്റ, ഇനീഷ്യലി നമ്മൾ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ ഡാറ്റ മാത്രം പോകും. ബാക്കി റൂം ഡാറ്റ, അതുപോലെ സ്ക്രൈബ് ഡാറ്റ, അങ്ങനെയുള്ള ഡാറ്റയെല്ലാം ഇതിനകത്തോട്ട് നീക്കുകയും ചെയ്യും. അപ്പം അത് കുട്ടികളുടെ ഡാറ്റ റീസെറ്റ് ചെയ്തിട്ട് ഇത് വീണ്ടും ഒരു ബാക്കപ്പ് ആക്കി എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം പിന്നീട് നമുക്ക് മറ്റൊരു പരീക്ഷയ്ക്ക് ഈ റൂമും അതുപോലെ കോളേജിൻ്റെ ഡാറ്റ എല്ലാം എടുത്ത് സേവ് ചെയ്തുകൊണ്ട് അത് സിസ്റ്റത്തിലോട്ട് ലോഡ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ഡാറ്റ മാത്രം അപ്പം ഇനീഷ്യലി ലോഡ് ചെയ്താൽ മതിയാവും. ദെൻ ഒരു മാസ്റ്റർ റീസെറ്റ് ഉണ്ട്. ഇതിൽ അധികം ടച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാം സിസ്റ്റത്തിൽ നമ്മൾ ലോക്കലി സേവ് ചെയ്തിട്ടുള്ള മുഴുവൻ ഡാറ്റയും ക്ലീൻ ചെയ്ത് നമ്മൾ തുറക്കുമ്പോൾ എങ്ങനെയായിരുന്നോ അതേ രീതിയിലാക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് ഈ മാസ്റ്റർ റീസെറ്റ്. അപ്പോൾ അത് 2 തവണ ചോദിക്കും. 2 തവണ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ റീസെറ്റ് സംഭവിക്കുകയുള്ളൂ. അപ്പം ഇത്രയാണ് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി വരുന്ന സംഭവങ്ങളെല്ലാം. അപ്പോൾ റൂം അലോട്ട്മെൻറ്റിൽ ഓരോ കുട്ടിയെയും അലോട്ട് ചെയ്യുന്ന രീതി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സീറ്റ് നമ്പറാണ്. അപ്പം ചില കോളേജുകളിലെങ്കിലും അവരൊരു ഡിഫറെൻറ്റ് സീറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ടാവുമായിരിക്കും. ആ ഡിഫറെൻറ്റ് സീറ്റിംഗ് എന്തായാലും നമ്മളിവിടെ ഇപ്പം ആക്കിയിട്ടില്ല. അത് നമുക്ക് പിന്നീട് വഴി ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സംവിധാനങ്ങളെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇത്തിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒരു ഒറ്റ കമ്പ്യൂട്ടറിൽ തന്നെ വേണമെങ്കിൽ മൊത്തം പരീക്ഷകളുടെയും സംവിധാനം ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അതിന് യാതൊരു ഇതും ഒന്നുമില്ല. ജസ്റ്റ് ആർക്കും ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ്. വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്തുള്ള എല്ലാ റിപ്പോർട്ടുകളും എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. വരുന്ന മിസ്റ്റേക്കുകൾക്ക് എന്തായാലും നമ്മൾ അത് സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യേണ്ടതാണ്. കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നു, കൃത്യമായിട്ടെല്ലാം വരുന്നു, എല്ലാ കുട്ടികളുടെയും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ 2 3 പ്രാവശ്യമൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതല്ലാതെ വരുന്നത് എന്തായാലും സ്വന്തം ഉത്തരവാദിത്തത്തിൽ കൂടെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.